ഒരു ഉമ്മയെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, ഉമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ മാത്രമേ പ്രിയപ്പെട്ട മക്കളെ ഭാവിയിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ നമ്മുടെ ഇണയാക്കി നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതിന് സ്വന്തം വീടകങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഇനി നോക്ക്, നമ്മുടെ വീട്ടിൽ ആരോഗ്യം ക്ഷയിക്കുന്നവരുമുണ്ട്, ആരോഗ്യം ശക്തിപ്പെടുന്നവരുമുണ്ട്. ആരാത്? ആരോഗ്യം ഇങ്ങനെ ഓരോ ദിവസവും കൂടുമ്പോഴും ക്ഷീണിച്ച് വരുന്ന ആളുകളുണ്ട്, നല്ല ഉഷാറായിട്ട് ബോൾഡായിട്ട് വരുന്ന ആളുകളുണ്ട്. ആരാണത്? മക്കളും കുട്ടികളും അല്ലേ, രക്ഷിതാക്കളും അല്ലേ? സത്യല്ലേ? ഇപ്പം എനിക്ക് 45 വയസ്സായി, എനിക്ക് ആരോഗ്യം കൂടുക ചെയ്യുന്നത് ആണോ? കുറയാണ്. എൻ്റെ +2 പഠിക്കുന്ന മോനോ സിക്സ് പാക്കിന് നോക്കുക, അപ്പം നമ്മൾ ഫാമിലി പാക്കിലാണ് ഉണ്ടാകുക. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? അപ്പം അവര് ഒരു ഭാഗത്ത്, അപ്പം ഇവിടെ സ്വാഭാവികമായിട്ട് ഇപ്പം എൻ്റെ വീട്ടിൽ ചെറിയൊരു ഉദാഹരണം പറയാം. പശുവിനെ വളർത്തുന്ന ആരെങ്കിലും വീട്ടിലുണ്ടോ? ഇവിടെ ആരുമില്ല. ഓക്കെ, ഒരു പശുവിനെ വാങ്ങിയിട്ട് വളർത്തുന്നുണ്ട് എങ്കിൽ അയാൾ ആഗ്രഹം എന്തായിരിക്കും? ആ പശു വലുതാവുമ്പോൾ പാല് തരണം. ഓക്കെ, കോഴിനെ വളർത്തുന്നില്ലേ നമ്മൾ? കോഴി കൂവാനായിട്ട് ആരെങ്കിലും വളർത്താറുണ്ടോ? പക്ഷെ കോഴിനെ എന്തിനാ വളർത്തുന്നത്? അറക്കാനോ? ഓക്കെ, അറക്കാൻ വളർത്താറുണ്ട്, റെഡി. പിന്നെന്തിനാ നമ്മൾ വളർത്താറുള്ളത്? കോഴിമുട്ട കിട്ടണ്ടേ? അപ്പൊ എനിക്കൊരു കോഴിമുട്ട കിട്ടുന്നുണ്ട് എങ്കിൽ കോഴിക്ക് തീറ്റ കൊടുക്കുന്നതിൽ എനിക്ക് പ്രയാസമുണ്ടോ? ഇല്ല. ഒരു തെങ്ങും തൈ നടുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷ എന്താ? തേങ്ങ ലഭിക്കണം, ശരിയല്ലേ? അപ്പോ വീട്ടിൽ ആരോഗ്യം ക്ഷയിക്കുന്ന ഒരാളുണ്ടാകുമ്പോൾ ആരോഗ്യം ശക്തിപ്പെടുന്ന ആൾ, ഈ ക്ഷയിക്കുന്ന ആൾ പ്രതീക്ഷിക്കുന്ന എന്തായിരിക്കും? മനസ്സിലായില്ല? 45 വയസ്സുകാരനായ ഞാൻ എൻ്റെ മക്കളെ കാണുമ്പോൾ എൻ്റെ പ്രതീക്ഷ എന്തായിരിക്കും? എനിക്ക് സപ്പോർട്ട് ചെയ്യണം, വേണ്ടേ? അതില് ഒരു ബാപ്പക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്താ അറിയോ? വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളുടെ ബാപ്പാരെ സങ്കല്പിക്കും. ഇത് പറയുമ്പോൾ എനിക്കുള്ളൊരു പ്രശ്നം, ഏതെങ്കിലും കുട്ടികളുടെ ഉപ്പമാര് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കുന്നൊരു വേദന ഇതിനിടയിലുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിക്കുക, ഉപ്പക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉപ്പമാര് മരിച്ചവരുണ്ടോ? ഓക്കെ, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, മരണപ്പെട്ട ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. റെഡി? ഞാൻ പറഞ്ഞു നോക്കൂ, എൻ്റെ വണ്ടി വീടിന് മുമ്പിലേക്ക് എത്തുന്ന സമയത്ത്, മോനുസേ, എൻ്റെ വണ്ടി വീടിൻ്റെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയോ? എൻ്റെ മോള് ഓടി വരും. 3-ാം ക്ലാസ്സിലെ മോള്. മുകളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന മകൻ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയോ കളിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന മകൻ ഓടി വന്നിട്ട് ആലപ്പുഴയിൽ പോയി കഴിഞ്ഞ ആഴ്ച ക്ഷീണിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ അവൻ ഓടി വന്നിട്ട്, ഹലോപ്പാ, എങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ചോദ്യം ചോദിക്കാൻ പൈസക്ക് ചെലവുണ്ടോ? ഉണ്ടോ? ആ ഒരു ചോദ്യം ആലപ്പുഴയിൽ നിന്ന് ഞാൻ വയനാട്ടിലേക്ക് എത്തിയപ്പോഴേക്കുമുള്ള എല്ലാ ക്ഷീണങ്ങളും മാറി മോൻ്റെ ഒരു ചോദ്യത്തിൽ. നിങ്ങൾ ഇതിന് പിശുക്ക് കാണിക്കാറുണ്ടോ പ്രിയപ്പെട്ട മക്കളെ? ചോദിച്ചു മനസ്സിലായോ? എല്ലാം ഓപ്പണായി സംസാരിക്കുന്നത് സത്യത്തിൽ പേരൻസിനോടാണോ ഫ്രണ്ട്സിനോടാണോ? ഫ്രണ്ട്സിനോടാണ്. ഉമ്മാനോട് പറയുന്ന സന്തോഷം, ഉമ്മാനോടൊന്ന് പറഞ്ഞൊരു കുട്ടിയെ കണ്ടു. പലരും ഉണ്ടാവും, ശ്രദ്ധിക്കാൻ പറ്റില്ല, കുറേ ആളുകളുണ്ടല്ലോ. ഓപ്പണായിട്ട് ഭൂരിഭാഗവും മാതാപിതാക്കളോടാണോ അതല്ല ഫ്രണ്ട്സിനോടോ? സത്യത്തിൽ ഫ്രണ്ട്സിനോടല്ലേ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ ഒരു കലാലയത്തിൽ ഒരു ദിവസം ഒരു മിഠായി കഴിക്കുന്ന സമയത്ത് ഇന്ന് ഇന്ന ആള് വന്നിട്ടില്ലല്ലോ, ഒരു കഷ്ണം എടുത്തു വെക്കട്ടെ എന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു 10-26 ദിവസം നാട്ടിൽ നിന്ന് വിട്ടു നിന്ന് വേറൊരു പ്രദേശത്ത് പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴും എൻ്റെ ഉമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ അറിയോ?
ഒരു ലഡുവിൻ്റെ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ 45 വയസ്സുകാരനായി എനിക്ക് വേണ്ടിയിട്ട്. അതൊരു ഉമ്മക്കേ സാധിക്കുകയുള്ളൂ. ശരിയാണോ? ശരിയാണോ? പക്ഷേ ഈ മാതാപിതാക്കളുടെ മുമ്പിൽ നമ്മൾ തുറന്നു പറയില്ല. ഏറ്റവും അധികം പലതും ഹൈഡ് ചെയ്യാറായിരിക്കും. ഈവൻ സ്ക്രീനുകൾ വരെ ഹൈഡ് ചെയ്യാറായിരിക്കും. പറഞ്ഞോളി, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ നുണ പറയേണ്ടതില്ലല്ലോ. നമ്മുടെ മാതാപിതാക്കളെയാണ്. എന്തുകൊണ്ട് ഹൈഡ് ചെയ്യുന്നത്? ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് ഹൈഡ് ചെയ്യാനുള്ള കാരണം എന്താ? ഉപ്പ അറിഞ്ഞാൽ, ഉമ്മ അല്ലേ, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ത് എന്ന് ഭയന്നിട്ടാണ് നമ്മൾ ഇതാകുന്നത്. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ഇങ്ങനെ നമ്മളെ ഒപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? മോനെ ശ്രദ്ധിക്കണം കേട്ടോ, മോളെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയാനുള്ള കാരണം എന്താ? അവരുടെ പ്രതീക്ഷകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മങ്ങാൻ പാടില്ല. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിലെ എത്രാമത്തെ സൂറത്ത് ലുക്മാൻ എന്നറിയോ? 31. അയ്യോ, ആരോ പറഞ്ഞല്ലോ 31. അടിപൊളി. 31-ാം അധ്യായം സൂറ ലുക്മാനില് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നുണ്ട് അറിയോ? ഒരു ഉപദേശം നൽകുന്നുണ്ട്. ആ ഉപദേശം ആരോടാണെന്നറിയോ? മോനോടാണ്. ആ ഉപദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രംഗം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നീ അള്ളാഹുവിനോട് നിർവഹിക്കേണ്ട ബാധ്യതകൾ നിർവഹിക്കണം. 2, മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ എന്തായിരിക്കണം? ശക്തമാകണം. 3, മാതാപിതാക്കൾ, അവിടെ അടുത്ത വാക്കാണ് യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്കാല ഹബ്ബ. ഒരു അണുമണി തൂക്കം നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഏതെങ്കിലും പാറക്കെട്ടുകൾക്കുള്ളിൽ എടുത്തു വെച്ചാലോ ആകാശങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചാലോ. ആകാശങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുക എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആകാശങ്ങളാ. നമ്മൾ ക്ലൗഡിലാണ് ഒളിപ്പിച്ചു വെക്കുന്നത് എങ്കിൽ, ഡ്രൈവുകളിലാണ് ഒളിപ്പിച്ചു വെക്കുന്നത് എങ്കിൽ, അത് പടച്ചോൻ എന്ത് ചെയ്യും? കൊണ്ടുവരും. പടച്ചോന് മുമ്പിൽ എന്തെങ്കിലും ഹൈഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം നമ്മുടെ പ്രശ്നം ഏറ്റവും അധികം ഹൈഡ് ചെയ്യുന്നത് നമ്മുടെ ആരെടുത്താ? പറഞ്ഞോളി. ഉപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും. പിന്നെ നമ്മൾ തുറന്ന് സംസാരിക്കുന്ന ആരെടുത്താ? ഫ്രണ്ട്സിൻ്റെ അടുത്ത്. ആണോ? അല്ലേ? ആണ്. എന്തൊക്കെ ഹൈഡ് ചെയ്തായാലും മുഴുവൻ അറിയുന്നത് ആരാണ്? പടച്ചോനാണ്. മനസ്സിലാവുന്നുണ്ടോ? തുറന്നു പറയുന്നത് കൂട്ടുകാരോട്, പിന്നെ പിന്നെ മറച്ചു വെക്കുന്നത് രക്ഷിതാക്കളോട്. എന്തു പറഞ്ഞാലും അറിഞ്ഞാലും ചിന്തിച്ചാലും അതൊക്കെ അറിയണത് ആരാണ്? പടച്ചോൻ. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ജോലി ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. അപ്പോൾ വരുമാന മാർക്കേ ഉണ്ടാവുള്ളൂ. എനിക്ക് മാത്രം. ചെലവോ? വീട്ടിൽ ജീവിക്കുന്ന 7 ആളുകൾക്ക് ചെലവുണ്ടാവും. ശരിയോ തെറ്റോ? എത്ര ആളുകൾക്ക് ചെലവുണ്ടാകുക? 7 ആളുകൾക്ക് ചെലവുണ്ടാവും. ഉറപ്പല്ലേ? വരവോ? ഒരാൾക്ക്. അപ്പൊ സാമ്പത്തികമായിട്ട് ഇൻകം എത്ര ആൾക്ക് വരുന്നുണ്ട് എൻ്റെ വീട്ടില്? ഒരാൾക്ക്. ക്ലിയർ ആയോ? റെഡി? എങ്കിൽ അടുത്ത പ്രശ്നം, കൾച്ചർ എത്ര എണ്ണം എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്? 7 കൾച്ചർ വരുന്നുണ്ട്. സത്യല്ലേ? 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് അവളുടെ കൂട്ടുകാരിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? 6-ൽ പഠിക്കുന്ന മോന് അവന്റെ UP സ്കൂളിൽ വരുന്ന എല്ലാ സാധനങ്ങളും എത്തുന്നുണ്ട്. അവൻ ഒരു ദിവസം വന്ന് ആവശ്യപ്പെടുന്നത് മുഴുവൻ അവന്റെ കൂട്ടുകാരുടെ അടുത്തുണ്ടാവും. ചെറിയൊരു എന്ത് വീല് കാറിനാണ് ഇപ്പൊ കുട്ടികളുടെ ട്രെൻഡ്. എന്താണ്? ഹോട്ട് വീൽ അല്ലേ? ഈ ഹോട്ട് വീൽ ഒരിക്കലും 3-ാം ക്ലാസ്സുകാരി പറയില്ല, UP കാരൻ പറയൂ. ഹൈസ്കൂളിൽ പഠിക്കണ 9-ാം ക്ലാസ്സിൽ പഠിക്കണ മോന് പറയുന്നതോ അവന്റെ ആവശ്യങ്ങൾ എന്തായിരിക്കും? 9-ാം ക്ലാസ്സുകാരന്റെ ആവശ്യം എന്തായിരിക്കും? ഓക്കെ. അപ്പോ 9-ാം ക്ലാസ്സുകാരൻ വരും, +2 കാരൻ വരും, അല്ലേ? വൈഫ്, ഉമ്മ, ഇത് മുഴുവൻ കൂടുന്ന സമയത്ത് വ്യത്യസ്ത കൾച്ചറല്ലേ വീട്ടിലെത്തുന്നത്? ആണോ? അല്ലേ? ആണല്ലോ. ഈ കൾച്ചറുകളെ മുഴുവൻ മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കണോ? വേണ്ടേ? വേണം. നിങ്ങളിലേക്ക് 50 കുട്ടികൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് എങ്കിൽ 50 തരത്തിലുള്ള അവസ്ഥകൾ വീട്ടിലേക്ക് വരുന്നില്ലേ? നിങ്ങളിലേക്ക് വരുന്നില്ലേ? ഉണ്ട്. എങ്കിൽ മറു ചോദ്യം, നിങ്ങളിൽ നിന്ന്
നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ മോള് കേട്ടോ എന്ത് നല്ല സ്വഭാവമാണ്, ആ മോന് എന്ത് നല്ല പെരുമാറ്റാണ്, ഓളെ ക്ഷമ, ഓളൊരു വിട്ടുവീഴ്ച, ഓൻ്റെ ഒരു വിനയം. അങ്ങനെ കിട്ടണോ? കിട്ടണ്ടേ? കിട്ടണോ? പക്ഷെ കിട്ടുന്നുണ്ടോ? കിട്ടണം. പക്ഷെ കിട്ടുന്നുണ്ടോ? ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കണോ? വേണ്ടേ? വേണ്ടേ? കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ചെറുതാകുന്ന സമയത്ത് നിങ്ങളെ സങ്കല്പിക്കുക. പ്രസവിച്ചിട്ട് 1 വയസ്സുള്ളപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പ കൊണ്ടുവരുന്നത് എത്രയായിരിക്കും? കുറച്ച് പൈസന്റെ സാധനമല്ലേ ഉണ്ടാകുക? വില ഉണ്ടെങ്കിൽ തന്നെ അധികം വേണോ? നിങ്ങൾ 10-ലെത്തുന്ന സമയത്ത് അതേ അളവിൽ കൊടുത്താൽ മതിയോ? നിങ്ങളെ ഡിഗ്രിക്ക് എത്തുന്ന സമയത്ത് അത് മതിയോ? ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് അന്ന് ചെലവാക്കി അത്ര മതിയോ? പടച്ചോ നോക്ക്, 2 ഭാഗം ഉണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് പടച്ചവൻ അന്ന് നമ്മൾ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ അളവാണോ ഇപ്പൊ ശ്വസിക്കുന്നത്? വ്യത്യാസമാണ്. അന്ന് കഴിച്ച ഭക്ഷണമാണോ അന്ന് കഴിക്കുന്നത്? അന്ന് ദഹിച്ച ദഹന പ്രക്രിയയാണോ ഒന്നുള്ളത്? പടച്ചവൻ നമുക്ക്, റാസിക്കായ പടച്ചവൻ നമുക്ക് നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഓരോന്ന് നൽകുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടില് നമ്മുടെ ബാപ്പയും ഉമ്മയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബാപ്പയും ഉമ്മയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്നുണ്ടോ? അല്ലേ? ഉണ്ടോ? ഇങ്ങനൊരു ആവശ്യം നിർവഹിച്ചു തന്നാൽ ആരാണ് ഏറ്റവും അധികം സന്ന നിയന്ത്രിക്കുന്നത് അറിയോ? ഇപ്പൊ ചെറിയ ഉദാഹരണം, ഉപ്പ നിങ്ങൾക്കൊരു ഷൂ വാങ്ങി തന്നിട്ടുണ്ട് എങ്കിൽ ആ ഷൂവിന് 1000-2000 രൂപയാണെങ്കിൽ ഉറപ്പുണ്ട്, ഞാനൊരു ബാപ്പയായതുകൊണ്ട് പറയാലോ, ഒരു ചായ കുടിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പല ദിവസങ്ങളിൽ ഒരു ചായ പോലും അങ്ങാടിയിൽ നിന്ന് പുറത്തിറങ്ങി കുടിക്കൂല. എന്താ കാരണം? പറഞ്ഞോളി. എൻ്റെ വരുമാനത്തിൽ നിന്ന് 10-2000 രൂപ എന്നാലും ഉപ്പൻ്റെ മുഖത്ത് പ്രകടിപ്പിക്കൂ. ഉപ്പ ഏതെങ്കിലും ഒരു ഉപ്പ ഇരുന്നിട്ട് നിങ്ങളോട് സങ്കടങ്ങൾ എണ്ണി പറഞ്ഞോ? മോളെ ആലോചിച്ച് നോക്കടി. നിങ്ങൾ ആലോചിക്കൂലേ, ഒരു കലക്ടർ എന്തെന്ന് അവധി പ്രഖ്യാപിക്കാത്ത? വയനാട്ടിൽ അവധിയാണല്ലോ, കണ്ണൂർ അവധിയാണല്ലോ, കോഴിക്കോട് നിന്നും കാണുന്നില്ലെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഒന്ന് കിടന്നിട്ട് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ ശരീരവേദനയുള്ള വാപ്പ രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും കൂലിപ്പണിക്ക് പോകൂലേ? പണിക്ക് പോകൂലേ? ഡ്രൈവർമാരായിട്ട് പോകുന്ന ആളുകൾ പോകൂലേ? അവർക്ക് ലീവുണ്ടോ? എന്തുണ്ടെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തിനാ അവർ ഓടുന്നത്? അവർക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അങ്ങനെ മതിയോ? അവർക്കാകെ വേണ്ടതൊന്നു മാത്രമാണ്. നിങ്ങളുടെ മുഖം കാണുന്ന സമയത്ത് അവർക്ക് എന്ത് ലഭിക്കണം? നിങ്ങളുടെ മുഖങ്ങൾ കാണുമ്പോണ്ടല്ലോ ഒരു സന്തോഷം കിട്ടണം, ഒരു സംതൃപ്തി കിട്ടണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും പ്രാർത്ഥിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടോ? സത്യമായിട്ട് എന്നും പ്രാർത്ഥിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടോ? കുറവായിരിക്കൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത മാതാവും പിതാവും ഉണ്ടോ? ഇന്നും സുബഹി കഴിഞ്ഞ് ഞാൻ കയ്യുയർത്തി പ്രാർത്ഥിച്ചതിൽ എൻ്റെ 4 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഉമ്മ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് ഇന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഉമ്മയുടെ പ്രാർത്ഥനയിൽ 45 കൊല്ലമായിട്ട് മുടങ്ങാതെ ഞാനുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 45 കൊല്ലമായിട്ടും എൻ്റെ ഉമ്മ ഓരോ സമയത്തും കയ്യുയർത്തുന്ന സമയത്ത്, പ്രിയപ്പെട്ട മക്കളെ, ആ ഉമ്മയുടെ ആ തേങ്ങലിൽ, പടച്ചോനോട് ഏറ്റുപറയലിൽ ഞാനുണ്ടെന്ന് എനിക്കുറപ്പുണ്ട്. 10ാം ക്ലാസ്സിൽ എന്നോടൊപ്പം ചങ്കുകളായിരുന്ന കൂട്ടുകാർ എനിക്കറിയോ, കേവലം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മാത്രം ഉണ്ടാവും. ഡിഗ്രിയിൽ 10 വർഷക്കാലം അല്ലെങ്കിൽ 5 വർഷക്കാലം 24 hours ആയിട്ട് 24 മണിക്കൂറായിട്ട് ഒരു ഹോസ്റ്റലിൽ വളർന്ന്, എപ്പോഴെങ്കിലും കാണുകയല്ല, ഡേ സ്കോളറായിട്ടല്ല, ഹോസ്റ്റലിൽ വളർന്ന ഒരു ടീമായി വളർന്ന കൂട്ടുകാർ ഇന്ന് എല്ലാ ദിവസവും കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. കൂട്ടുകാർ മാറിക്കൊണ്ടേയിരിക്കും, ഉറപ്പാ. പക്ഷേ കൂട്ടുകാരോടൊപ്പം ചേരുന്ന സമയത്തും നിങ്ങളിൽ നിന്ന് നന്മകൾ അവർക്ക് ലഭിക്കണം, അവരിൽ നിന്ന് തിന്മകൾ വരരുത് നമ്മിലേക്ക്. അതോടൊപ്പമോ തിന്മകൾ വരരുതെന്നു മാത്രമല്ല, അവരിൽ തിന്മയുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തിരുത്തുകയും വേണം.
ഒരു IGM-കാർക്ക് അത് കഴിയണ്ടേ? ഒരു MSM-കാരനത് കഴിയണം. അപ്പം നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് നോക്കുക. ആ മൊബൈൽ ഫോൺ നല്ല രീതിയിൽ റേഞ്ച് ഇല്ലെങ്കിലോ? എല്ലായിടത്തും റേഞ്ച് ഉണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്നില്ലെങ്കിലോ? ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ശരിക്ക് റേഞ്ച് നന്നായി കിട്ടുന്നുണ്ട്, ഇനി ബാറ്ററി ഇല്ലെങ്കിലോ? പെട്ടെന്ന് ബാറ്ററി ചാർജ് പോവുകയാണെങ്കിലോ? പറ്റുമോ? ഇല്ല. ഈ റേഞ്ച് എന്ന് പറയുന്നത് വലിയ ഘടകമല്ലേ. ഇനി ബാറ്ററി കുറഞ്ഞാലും റേഞ്ച് ഉണ്ടെങ്കിലും ഓക്കെയാണല്ലോ, നമ്മുടെ കാര്യം ആ സമയത്ത് നടക്കില്ലേ? നമ്മൾ എവിടെ പോകുന്ന സമയത്തും നമ്മുടെ റബ്ബുമായുള്ള നമ്മുടെ കണക്ഷൻ ക്ലിയർ. നമ്മുടെ റബ്ബുമായുള്ള കണക്ഷൻ കുറയുന്നോ കൂടുന്നോ? പറഞ്ഞോളി. ഞാൻ വയനാട്ടുകാരനാ. എൻ്റെ ജില്ലയിലേക്കാണ് ഓരോ വീക്കെൻഡുകളിലും എല്ലാ വാഹനങ്ങളും ടൂറായിട്ട് വരാറുള്ളത്, അല്ലേ? ഇപ്പോൾ സ്കൂളിൽ നിന്ന് +2 ടൂറ് പോകുന്ന സമയത്ത് എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നി, ഉപ്പാ ഞാൻ ടൂറ് പോകുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താടാ നീ പോകാത്തത്? പൈസ നീ നോക്കണ്ട, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതല്ലപ്പാ, ഞാനിപ്പോൾ ഒരു MSM-കാരനൊക്കെ ആയിട്ട് ഇങ്ങനെ വളരുമ്പോൾ ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതൊക്കെ ഒരു 2-3 ദിവസമൊക്കെ വീട്ടിൽ നിൽക്കുന്ന ടൂറിൽ പ്രശ്നമാണത്. നമുക്കുള്ള ടൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി എന്ത് ചെയ്യാം? ഒന്ന് പോകാം. നമുക്കെല്ലാവർക്കും കൂടി പോകാം. മനസ്സിലാകണ്ടേ പറഞ്ഞത്? അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും സത്യത്തിൽ നമ്മൾ വീട്ടിൽ ഉമ്മൻ്റെ അടുത്ത് നിൽക്കുന്ന അതേ സ്വഭാവം കൂട്ടുകാരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവുമോ? ഉണ്ടോ? ഇല്ലല്ലോ. മാറുന്നില്ലേ? എവിടെ പോകുന്ന സമയത്ത് നമ്മൾ മാറാൻ പാടുണ്ടോ? ഞാൻ മാറാൻ പാടുണ്ടോ? ഇല്ല. നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണ്ടേ? വേണ്ടേ? അതിന് പ്രിയപ്പെട്ട മക്കളെ, റബ്ബുമായുള്ള കണക്ഷൻ കൃത്യമായിരിക്കണം. നിങ്ങളെല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, എന്നിട്ട് അന്ന് നിങ്ങൾ റബ്ബിനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, പടച്ചോനെ ഇന്ന് തന്നെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അതിലൊന്നും നീയുമായുള്ള ഒരു ബന്ധവും മുറിഞ്ഞു പോകുന്ന ഒന്നും ഉണ്ടാകരുത് നാഥ. പടച്ചവനെ, എൻ്റെ ഉമ്മാക്ക് എന്നെ കാണുന്ന സമയത്ത് കൺകുളിർമ, എൻ്റെ ഉപ്പാക്ക് എന്നെ കാണുന്ന സമയത്ത് കൺകുളിർമ. എൻ്റെ എന്തിനെ നിയന്ത്രിക്കേണ്ട ഞാൻ പറയേണ്ടത്? നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണോ? എന്തിനേ ഒന്നും ഈ പ്രായത്തിൽ നിയന്ത്രിക്കേണ്ടി വരുമോ? എൻ്റെ ദേഷ്യത്തെ. എൻ്റെ ദേഷ്യത്തെ. ശരിയല്ലല്ലേ? ആണോ അല്ലേ? ഉറപ്പല്ലേ? ഞാൻ കേട്ടില്ല. ശരിയല്ലേ? എൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ഉമ്മ ഉപ്പാനെ വഴക്ക് പറഞ്ഞ് ഉമ്മക്ക് സങ്കടം ഉണ്ടാവുമോ? ഉണ്ട്. മോനും ഉമ്മാനോട് എന്തമ്മാന്ന് ഉറക്കെ ചോദിച്ച് ഏതാ ഉമ്മക്ക് സങ്കടം കൂടുക? മോൻ ചോദിച്ചതാ. മോള് ഉപ്പയോടും ഉമ്മയോടും എനിക്കൊന്നും ആവൂല എന്ന് പറയുന്നത് സങ്കടം ഉണ്ടാവൂല്ലേ? ഉണ്ടാവും. എന്നാൽ വേറൊരാൾ, പുറമുള്ള ഒരാൾ എനിക്കൊന്നും ആവൂല എന്ന് പറഞ്ഞാൽ അത്ര സങ്കടം ഉണ്ടാവുമോ? ഇല്ല. അതാണ് ഒരു മക്കൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാവൂലേ? എൻ്റെ മക്കൾ ഇങ്ങനെ വലുതാകുന്ന സമയത്ത്, എൻ്റെ മക്കൾ ഇങ്ങനെ വലുതാവുമ്പോൾ എനിക്കെന്ത് വേണം? ഒരു സപ്പോർട്ട് വേണമെന്ന് പ്രതീക്ഷ ഉണ്ടാവൂലേ? ഈയിടെ UAE പോയപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചെടുക്കാറുണ്ട്. ഒരു മനുഷ്യനോട് പറഞ്ഞു, ജൽമദനി, ഞാൻ ഗൾഫ് നിർത്തി നാട്ടിലേക്ക് വരിക. അപ്പം ഞാൻ പേര് പറഞ്ഞു ചോദിച്ചു, നിങ്ങളെ ജില്ലക്കാരനാ? എന്താ നിങ്ങൾ ഗൾഫ് നിർത്തി വരാൻ കാരണം? കോഴിക്കോട് ജില്ലക്കാരനാ. അപ്പം അദ്ദേഹം പറയാണ്, എൻ്റെ കുട്ടിക്ക് 22 വയസ്സായി. എത്ര വയസ്സായി? 22 വയസ്സായി. എൻ്റെ മോന് എൻ്റെ എല്ലാ കാര്യത്തിലും കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അവൻ എന്നോടൊപ്പം എൻ്റെ റൂമിൽ വന്ന് ഇപ്പൊ ഗൾഫിൽ നിൽക്കുന്നുണ്ട്. ക്ലിയർ? എൻ്റെ റൂമിലുണ്ട്. ഇവൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചാലുമായി.
ഒരു പ്രശ്നമില്ല. ആകെ ഒരു പ്രശ്നമുള്ളത്, ഞാൻ ഓനെ സുബഹിക്ക് വിളിച്ചാലേ ഓൻ നീക്കുള്ളൂ, അല്ലെങ്കിൽ ഓൻ നീക്കണില്ല. ബാക്കി എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ കുട്ടി ഏറ്റെടുത്തു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ നാട്ടിൽ പോണ സമയത്തോ സുബഹിക്ക് പോയില്ലേ? അത് പോകുന്നുണ്ട്. ഇപ്പം വാപ്പയും മോനും ആയതുകൊണ്ടാണ്, അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട, നിങ്ങൾ വിളിച്ചാളേ, അതിനൊരു പുണ്യം നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. വിളിക്കുന്നതിൽ ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പം അതുകൊണ്ട് അതും കുഴപ്പമില്ല. ഓക്കെ, റെഡി. ആ മനുഷ്യൻ്റെ പ്രതീക്ഷ എന്താണ്? എൻ്റെ മകൻ 22 വയസ്സായപ്പോഴേക്കും എന്ത് ചെയ്തു? ബലക്ഷയം സംഭവിക്കുന്ന എൻ്റെ ശരീരം അതിന് താങ്ങും തണലുമാകാൻ കഴിഞ്ഞു. ഇതേ മരുഭൂമിയിൽ നിൽക്കുന്ന മറ്റൊരു മനുഷ്യൻ പറയാണ്, നാട്ടിലേക്ക് ഇനി ഞാൻ തിരിച്ചില്ല. കാരണം എന്താണെന്നറിയോ? ഈ മണ്ണിൽ തന്നെ മരിച്ചാൽ മതി, തിരിച്ചു നാട്ടിലേക്ക് എത്തണമെന്ന ആഗ്രഹം എനിക്കില്ല. കാരണം എന്താണെന്നറിയോ? എൻ്റെ പൈസയാണ് അവർക്ക് ആവശ്യം. എൻ്റെ മക്കൾ എൻ്റെ വിഷയങ്ങളും എൻ്റെ പ്രയാസം മനസ്സിലാക്കുന്നില്ല. അപ്പം എൻ്റെ ചോദ്യം, നിങ്ങൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പം ആ മനുഷ്യൻ്റെ പച്ചയായൊരു മറുപടി, ഞാൻ ഈ താമസിക്കുന്ന എൻ്റെ ബെഡ് സ്പേസിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റൂലല്ലോ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പല തവണകളായിട്ട്. വേറെ ഫ്ലാറ്റിലേക്ക് താമസം മാറ്റിയിട്ട് അവരെ കൊണ്ടുവരൂ. അവർക്ക് ഗൾഫ് എന്ന കാഴ്ചപ്പാടപ്പോൾ വരുന്നത് എവിടെയാ വരുന്നത്? ഗൾഫ് എന്ന് പറയുന്ന കാഴ്ചപ്പാട് വലിയ ഫ്ലാറ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവർ തിരിച്ചു പോകുമ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ബെഡ് സ്പേസിലേക്ക് മാറും. നിസ്സാരമായ ആവശ്യങ്ങൾ പറഞ്ഞ് കലാലയങ്ങൾ കാണുന്നതിലും ഓൺലൈൻ വ്യാപാര മേഖലയിൽ ആമസോണും ഫ്ലിപ്കാർട്ടും, എന്താ പറയാ, പേരെന്നെ പഠിക്കാൻ പണിയാ, മീഷോയും ഇതിലൊക്കെ കാണുന്ന സമയത്ത് ഓരോ സാധനങ്ങൾ അവർ ഓർഡർ ചെയ്യൂ. അതിൽ നിന്ന് അത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ വൈഫിനോട് പ്രശ്ന, ജ്യേഷ്ഠനോട് പ്രശ്ന, അനിയനോട് പ്രശ്നമാണ്. ആകെ അസ്വസ്ഥമാകുന്നു. ഒരു ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് പോലും സ്വസ്ഥതയില്ല. ഇനി ഒരു ഫോൺ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പറയുന്നു. നിങ്ങൾ ആ കൂട്ടത്തിലാകണോ? നേരത്തെ പറഞ്ഞ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളാ. നേരത്തെ പറഞ്ഞ 22 വയസ്സുകാരൻ്റെ കൂട്ടത്തിലാകണോ? പറയ്. നിങ്ങളിങ്ങനെ വളരുമ്പോൾ നിങ്ങളുടെ ഉമ്മ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? നിങ്ങളുടെ ഉപ്പ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? നടുവേദനയും ഊരയ്ക്ക് പ്രയാസവും കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ഉള്ള സ്വന്തം ഉപ്പാനും ഉമ്മാനെയൊക്കെ പറഞ്ഞ സമയത്ത് പോലും ഇത് കേൾക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കാത്ത മനസ്സില്ലാത്ത കുട്ടികൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അവർ വളർന്നു വലുതാകുന്ന സമയത്ത് എത്രത്തോളം ഉപകാരം ബാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവും? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? കൂട്ടുകെട്ടെന്ന് പറയുന്നത് നമ്മളെ നശിപ്പിക്കുന്ന കൂട്ടുകെട്ടുണ്ട്, അസ്വസ്ഥമാക്കുന്ന കൂട്ടുകെട്ടുകളുണ്ടാവും, കലാലയങ്ങളിലുണ്ട്, ക്ലാസ് റൂമുകളിലുണ്ടാവും. നമ്മെ ശക്തിപ്പെടുത്തുന്ന, താങ്ങാകുന്ന കൂട്ടുകെട്ടുകൾ എവിടെയുണ്ടോ അവിടേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മോനിപ്പോൾ എത്ര വയസ്സായി? 14. ഒരു 14-15 വയസ്സായ ഒരാളിൽ നിന്ന് ഒരു ഉപ്പ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഒന്നുമില്ലെങ്കിൽ ഉമ്മ ഞാനത് ചെയ്യാം എന്നൊരു വാക്ക് പറയാൻ നമുക്ക് പറ്റുമോ? എന്നും എന്തിനാ ഉമ്മാനോട് ഇങ്ങനെ അടി ഉണ്ടാക്കണ്? അപ്പം അതിനൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു സാധനം മറുപടി ഉണ്ട്. നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് എപ്പോഴും ഉമ്മയും ഉപ്പയും പറയുക. ശരിയാണോ? ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമാണ് പറയുക. ശരിയാണോ? ഒരു പരിധി വരെ ശരിയാണ്. കാരണം നമ്മൾ അറിയാതെ അവർ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്? സംസാരിക്കുന്നുണ്ട്. നിങ്ങളോട് സ്കൂളിൽ വെച്ചൊരു കുട്ടി തെറ്റി, മിണ്ടുന്നില്ല. പിറ്റേ ദിവസം ആ കുട്ടി വന്നിട്ട് നിങ്ങളെ കൈ പിടിക്കുവോ? പറഞ്ഞോളി, പിടിക്കുവോ? രാത്രിയിൽ കിടക്കണ സമയത്ത് ആടി ഈ അങ്ങനെയാണ്, ആടാ ഈ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വെറുപ്പ് പിടിച്ച് ദേഷ്യം പിടിച്ച് ഉമ്മ തെറ്റി. രാവിലെ അതേ ഉമ്മനല്ലേ നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി തരുന്നേ? നമ്മളെ മനസ്സിൽ തെറ്റി ഉമ്മനെ കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. ഉമ്മക്ക് അങ്ങനത്തെ എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടാവോ? ഇത്ര പൊറുക്കുന്നൊരു സാധനം ഈ നമ്മുടെ ഉമ്മമാരെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? സത്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? ഇതൊക്കെ പറഞ്ഞ ആകെ ആ ഉമ്മ കിടന്ന് സ്വിച്ച് ഇട്ട പോലെ ഉമ്മ കിടന്ന് ഉമ്മ ഉറങ്ങി. ഉമ്മ രാവിലെ നീക്കുമ്പോ മോളോ നീക്ക്. അപ്പോൾ നമ്മളെ ഉള്ളിൽ എന്താ? ഓ ഇന്നലെ രാത്രി അങ്ങനെ എങ്ങനെ. പക്ഷെ ഉമ്മയുടെ മനസ്സ് ഫ്രീ ആയി. ശരിയോ തെറ്റോ?
ശരിയല്ലേ? അങ്ങനെയുള്ളൊരു ഉമ്മയെ ചേർത്ത് പിടിക്കാൻ പിശുക്ക് കാണിക്കണോ? അങ്ങനെയുള്ള കഷ്ടപ്പെടുന്നൊരു ഉപ്പയെ ചേർത്ത് പിടിക്കാൻ പിശുക്ക് കാണിക്കണോ? സ്വന്തം ഉപ്പാൻ്റെ കഷ്ടതകൾ അറിയുന്ന എത്ര മക്കൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്? ഞാൻ വല്ലാത്ത ചോദ്യം ചോദിച്ചത്. സ്വന്തം ഉപ്പയുടെ കഷ്ടതകൾ കൃത്യമായിട്ട് അറിയുന്ന, എൻ്റെ ഉപ്പാക്ക് ഇത്ര വരുമാനമുണ്ട് സർ, ഇത്ര ചെലവെൻ്റെ ഉപ്പാക്ക് വരുന്നുണ്ട്, അങ്ങനെ അറിയുന്ന. വെരി ഗുഡ്. ഉറപ്പാ? ഞാൻ പൈസക്ക് ചോദിക്കൂ, സന്തോഷമുണ്ട്, ഓക്കെ. കുറെ ആളുകൾ അറിയേണ്ടവരില്ലേ? ഉണ്ടോ അല്ലേ? ഓക്കെ, ഗുഡ്. കുറെ ആളുകൾ ഇനിയും അറിയേണ്ടവരില്ലേ? ഇല്ലേ? എൻ്റെ വാപ്പാക്ക് സർക്കാർ ഉദ്യോഗസ്ഥനാന്നറിയാം, സർക്കാർ അല്ലെങ്കിൽ മാഷ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ടീച്ചറാന്നൊക്കെ പറയും. ഒരു നിശ്ചയ ശമ്പളം കിട്ടും, ചെലവ് അതിനനുസരിച്ചുണ്ടാകുക അതിനേക്കാൾ അധികം ഉണ്ടാവും. ഈ ചെലവൊക്കെ വന്നാൽ അവരെന്ത് ചെയ്യും? ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യില്ലേ? ചെയ്യൂല്ലേ? ചെയ്യും. അതിലേറ്റവും അധികം ചെയ്യുന്നതായിരിക്കും എന്നറിയോ? അവരുടെ ഇഷ്ടങ്ങൾ അവരെന്ത് ചെയ്യും? കട്ട് ചെയ്യും. ഒരു ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ ആദ്യം ബാപ്പാക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യുക. ആർക്കിഷ്ടമുള്ളതാ? ഞാനൊരു വാപ്പായതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞേ. ആർക്കിഷ്ടമുള്ളതാ? നമുക്കിഷ്ടമുള്ളതല്ലേ? അത് എന്തുകൊണ്ടാണ് നമുക്കിഷ്ടമുള്ളത് അവർ ഓർഡർ ചെയ്യുന്നത്? എന്തുകൊണ്ടാ? നമ്മളോട് അത്ര ഇഷ്ടമുണ്ടായിട്ടാ. നമ്മൾ ചെയ്യുന്ന അതേമാതിരത്തെ ഒരു കാര്യം അപ്പുറത്തെ വീട്ടിൽ കുട്ടി ചെയ്താൽ എന്തുകൊണ്ടാ വാപ്പയും ഉമ്മയും ഒന്നും പറയാത്തത്? അവർ അവരുടെ മക്കളല്ലാത്തത് കൊണ്ട്. നമ്മളോട് എന്തുകൊണ്ട് അവരെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത്ര പ്രതീക്ഷ ഉണ്ട് അവർക്ക്, ഉണ്ടോ ഇല്ലേ? എൻ്റെ അവസാനത്തെ സംസാരത്തിലെ അവസാനത്തെ ഭാഗം, പ്രിയപ്പെട്ട മക്കളെ, ഒന്ന്, റബ്ബുമായിട്ടുള്ള കണക്ഷൻ അത് വിട്ടുപോകരുത്. ഓരോ ദിവസവും 5 നേരവും കേവലം നമസ്കരിക്കുക എന്നതിലുപരി റബ്ബിനോട് തുറന്ന് പറയണം. എൻ്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഉമ്മാനോട് പറയണം, ഉമ്മ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മൻ്റെ പകുതി അസുഖം മാറുമോ? മാറും. ഉപ്പക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾ. എന്നിട്ട് ഉപ്പനോട് പറയണം, ഉപ്പ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചോദിച്ചു നോക്ക് ഉപ്പനോട്, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉപ്പക്ക് വേണ്ടി അധികമായിട്ട് എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ഉമ്മക്ക് വേണ്ടിയിട്ട് എന്താണ് അധികമായി പറയേണ്ടതെന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ. ആ ബാപ്പാക്കും ഉമ്മാക്കും അവരൊറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ പറയും, എൻ്റെ മോളിനോട് ചോദിച്ചു ഉപ്പാക്ക് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടി എന്നുള്ളത്, ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ കുട്ടി എന്നോട് ചോദിച്ചു. ഇനി എടി ഇതിനപ്പുറം വേറെ എന്താ വേണ്ടത്? ഒന്ന് കണ്ണടഞ്ഞാൽ വരെ എൻ്റെ മകൾ എൻ്റെ ഒപ്പമുണ്ട്, എൻ്റെ മകൻ എൻ്റെ ഒപ്പമുണ്ട്. ആ ഒരു വികാരം ഒരു ഉപ്പക്കും ഉമ്മക്കും കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിലോ? കൂട്ടുകെട്ടിൽ കൂടിയിട്ട് നമ്മുടെ പ്രായത്തിന്റെ ചാപ്പല്ലുകൾ മനസ്സിലാക്കിയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഒരു കലാലയത്തിലൊക്കെ പോയി വരുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അത്രമാത്രം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ട്. ആ കൂട്ടുകെട്ടിനനുസരിച്ചിട്ട് സ്വന്തം ബാപ്പയോട് ഹൈഡ് ചെയ്യുക, ഉമ്മയോട് ഹൈഡ് ചെയ്യുക, അവർക്ക് മുമ്പിൽ കളവുകൾ പറയുക, ഇതെല്ലാം പടച്ചവൻ കാണുന്നുണ്ടെന്ന് മറക്കുക, കൂട്ടുകാർക്ക് മുമ്പിൽ എല്ലാം തുറന്നു വെക്കുക. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? നമ്മുടെ മനസ്സിൽ അപ്പൊ അസ്വസ്ഥതയോ സ്വസ്ഥതയോ ഉണ്ടാകുക? അസ്വസ്ഥത. ഈ അസ്വസ്ഥതയ്ക്ക് ഇസ്ലാം എന്ന് പറയോ? സമാധാനം എന്ന് പറയോ? ഇല്ലല്ലോ. സ്വസ്ഥത ഉണ്ടെങ്കിലോ? ഉമ്മ ഞാൻ അറിയാതെ ചെയ്തു പോയി. എല്ലാ ദിവസവും പറയാനുള്ളതല്ല കേട്ടോ. ഉപ്പ ഞാൻ അറിയാതെ ചെയ്തു പോയി, എല്ലാ ദിവസവും പറയാനുള്ളതല്ല. അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഫ്രീ ആയോ? സ്വസ്ഥമായോ? സ്വസ്ഥമായില്ലേ? ആയില്ലേ? നമ്മൾ കാണുമ്പോൾ പറയുന്ന വാക്ക് അസ്സലാമു അലൈക്കും. എന്താ അർത്ഥം? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. തിരിച്ചുള്ള മറുപടി വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഈ സലാം പരസ്പരം പറയാ ഏത് ടീമാ? ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാ? ഇസ്ലാമില്. എന്നിട്ട് നമ്മൾ അപ്പൊ ഇസ്ലാം എന്ന സമാധാനം എന്ന മതത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം കാണുമ്പോൾ സമാധാനം ഉണ്ടാകണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എന്നിട്ട് നമ്മളെപ്പോഴും ഇല്ലാന്ന് പറയണ എന്താ? എൻ്റെ കുട്ടി ഇങ്ങനെ ഇപ്പോൾ +2 എന്താടി ഒരു സമാധാനവും ഇല്ല, എൻ്റെ മോൻ 9ലാണ്, അവൻ്റെ സ്വഭാവം കൊണ്ട് എനിക്ക് ആകെ അസ്വസ്ഥമാണ്. ശരിയോ തെറ്റോ? ശരിയല്ലേ? അപ്പൊ ഇവിടെ സമാധാനം ഉണ്ടാകണമെങ്കിലോ, ഇസ്ലാം എന്ന് പറഞ്ഞ സമാധാനം ഉണ്ടാകണമെങ്കിൽ നിർബന്ധമായിട്ടും കാണുമ്പോൾ
നിങ്ങളെ കാണുമ്പോൾ കണ്ണു നിറയണം. ആർക്ക്? ആർക്ക്? ഉപ്പക്കും ഉമ്മക്കും. എൻ്റെ വാക്ക്, എൻ്റെ മോളെ വാക്ക്, എൻ്റെ പെരുമാറ്റം ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് തട്ടി, എന്താ ഉണ്ടാകുക? എൻ്റെ ഷർട്ടിലുള്ള ഞാനിങ്ങനെ തട്ടിയാൽ എന്തുണ്ടാവും? എൻ്റെ ഷർട്ടിലെ പൊടികൾ പോവും. ഉമ്മയെ ഒന്ന് ചേർത്ത് വെച്ച് 2 തട്ട് കെട്ടി. ഉമ്മ ഒരു ദുഃഖത്തിൽ നിൽക്കുകയാണെങ്കിൽ വരെ ആ ഉമ്മ ഒരു നെടുവീർപ്പിടും. ഉള്ളിലെ വിഷമങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ഉപ്പ ഇങ്ങനെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ സാരല്ലപ്പ എന്ന് പറഞ്ഞ് മോള് 2 ടച്ച് ചെയ്താൽ ആ ബാപ്പാക്ക് അത് മതി. നിങ്ങൾ എന്തെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഏതെങ്കിലും ബാപ്പാര് പറയോ? ഇല്ലല്ലോ. നിങ്ങളുടെ മുഖത്തത് പ്രകടനമാകണം. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ നന്നായി ബാപ്പയെ സ്നേഹിക്കുന്നുണ്ട്. ബാപ്പാൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി നിങ്ങളെ കണ്ണുകൾ ഞാൻ വായിച്ചെടുത്തു. അള്ളാഹു ആ മക്കൾക്ക് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ. ചിലരിതിനിടയിൽ ഇരുന്നിട്ടും ചില സമയങ്ങളിൽ അസ്വസ്ഥമാകുന്നുണ്ട്. പ്രായമാണ്, സ്വാഭാവികമാണ്. എന്നാലും ഇന്നിവിടെ വന്നത്, ഞാനും നിങ്ങളും ഇത്ര നേരം സംസാരിച്ചതിൻ്റെ ഫലം ആർക്ക് കിട്ടണം? ആർക്ക് കിട്ടണം? ഉപ്പാക്കും ഉമ്മാക്കുമല്ല, നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഉപ്പാനോടും ഉമ്മനോടും എന്താകണം? അല്ലാത്ത കണക്ഷൻ ഉണ്ടാവണം. ഓക്കെ, റെഡിയാണോ? അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ, വീഴ്ചകൾ പൊറുക്കട്ടെ. അറിഞ്ഞും അറിയാതെയും വന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ ഉപ്പാക്ക് ഉമ്മാക്ക് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാട്ടെ. അതുപോലെ തന്നെ ഏത് സമയത്തും റബ്ബുമായുള്ള ബന്ധം കൃത്യമായി പാലിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. റബ്ബിനോട് തുറന്നു പറയാനും ഒന്നും ഹൈഡ് ചെയ്യാതെ, ഒന്നും മറച്ചു വെച്ച് അസ്വസ്ഥതകൾ നേടാതെ സ്വസ്ഥമായിട്ട് ജീവിതത്തെ നിയന്ത്രിക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.